അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് ഔഷധപ്പഴങ്ങളെയും ഔഷധ പച്ചക്കറികളെയും കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മുന്തിരിയെക്കുറിച്ചാണ്. മുന്തിരി ഇഷ്ടമാണല്ലേ? പലപ്പോഴും മുന്തിരി ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ വളരെ താല്പര്യപ്പെടുന്നവരാണ് നമ്മൾ. മുന്തിരിയുടെ പല വെറൈറ്റികളും ഇന്ന് ഷോപ്പുകളിൽ നമുക്ക് ലഭിക്കുന്നു. പല ജ്യൂസുകളും നമുക്കിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ മുന്തിരിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് കരുതിയതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫലമാണ്, ഒരു ഫ്രൂട്ടാണ് മുന്തിരി എന്ന് പറയുന്നത്. വെളുത്ത മുന്തിരി കാണാം, ഇളം നീല മുന്തിരി കാണാം, വെറും പച്ചയായിട്ട് തന്നെ വരുന്ന മുന്തിരി കാണാം, നല്ല കറുപ്പ് മുന്തിരികൾ കാണാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മുന്തിരി കണ്ടവരുണ്ട്, തിന്നവരുമുണ്ട്. എന്നാൽ എന്താണ് ഇതിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്? ഒരുപാട് ഫലങ്ങൾ. ഉദരസംബന്ധമായ ക്യാൻസറുകൾ എത്രയും പെട്ടെന്ന് ക്ഷമിപ്പിക്കാൻ മുന്തിരിക്ക് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, നല്ല ബുദ്ധിശക്തി ഉണ്ടാകാൻ ഉണക്കമുന്തിരി ഏറ്റവും ഫലം ചെയ്യുന്ന ഒരു മരുന്നാണ്. വിറ്റാമിൻ സിയുടെ കുറവുള്ള ശരീരങ്ങൾക്ക് ഏറ്റവും നല്ല ഫലം ചെയ്യുന്ന മരുന്നാണ് മുന്തിരി. പോട്ടെ, മുഖ ഭംഗി ഉണ്ടാക്കാൻ, ചർമ്മത്തിലെ ഭംഗിക്ക് ഏറ്റവും നല്ല ഒരൗഷധമാണ് മുന്തിരി എന്ന് പറയുന്നത്. നമ്മുടെ തൊലി അഥവാ ചർമ്മം വിണ്ടുകീറുന്നതിന്, അല്ലെങ്കിൽ ചർമ്മം പ്രായമായ ആളുകളെപ്പോലെ ചുരുങ്ങുന്നതിന്, ഇങ്ങനെ എല്ലാ രോഗങ്ങൾക്കും മുന്തിരി കൊണ്ട് നമുക്ക് ചികിത്സിക്കാം എന്നത് ചുരുക്കം. ഇപ്പോൾ പല വീടുകളിലും ഇപ്പോൾ മുന്തിരി വിളവെടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മുന്തിരി തിന്നാൻ ഏറ്റവും ഫലം എന്ന് പറയുന്നത് പഴുത്ത് നമ്മൾ ചെടികളിൽ നിന്നും പറിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞ് ഏകദേശം അതിൻ്റെ ഒരു വാടൽ വരുന്നൊരു സമയമുണ്ടല്ലോ, അതിൻ്റെ തൊലി വാടി വരുന്നത്, ആ സമയത്ത് കഴിക്കലാണ് ഏറ്റവും ഉത്തമം. ആ സമയത്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം ഫലങ്ങളൊക്കെ നമ്മുടെ മുന്തിരിയിൽ അടങ്ങി നിൽക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കലാണ് ഏറ്റവും നല്ലത്. മറ്റൊന്ന്, ഈ പനി അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രയാസങ്ങൾ, ഇത്തരം പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഒരു 50 ഗ്രാം ഉണക്കമുന്തിരി എല്ലാ ദിവസവും വെള്ളത്തിലിട്ട് ജ്യൂസ് അടിച്ച് രാവിലെ കുടിക്കുന്നത് അവരുടെ ഈ രോഗങ്ങൾക്ക് ശിഫയുണ്ടാകാൻ, മാറ്റമുണ്ടാകാൻ ഏറ്റവും നല്ല ഫലമുള്ള ഒരു ഔഷധമാണെന്ന് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ മക്കളുടെ ബുദ്ധിശക്തിക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ ഓർമ്മശക്തിയില്ല, മക്കൾക്ക് എപ്പോഴും ഒരു മടിയാണ് എന്നൊക്കെ പരാതിപ്പെടുന്ന രക്ഷിതാക്കളുണ്ടല്ലോ. അത്തരം രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഈ ഉണക്കമുന്തിരി ചുരുങ്ങിയൊരു 11 രാത്രി നല്ല തിളപ്പിച്ച വെള്ളം ആറിയതിന് ശേഷം, ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ ഈ 11 മുന്തിരി ഇട്ട് വെക്കുക. ഈ മുന്തിരി ഇടുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നന്നായിട്ട് ചെറുനാരങ്ങയും ഉപ്പുവെള്ളവും ചേർത്തിട്ടുള്ള വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകണം, ദയവ് ചെയ്ത്. ഇപ്പോൾ ഉണക്കമുന്തിരിയാണ് നല്ല ഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിച്ച് വയറിളക്കം വന്ന രോഗികളുണ്ട്. കാരണം വിഷാംശങ്ങൾ ഉപയോഗിച്ച് അതിനെ ഉണക്കുന്നുണ്ട്. നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമേ ഉള്ളൂ ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. എത്രയോ യൂട്യൂബ് വീഡിയോകളിൽ അതെങ്ങനെ ഉണക്കാമെന്നൊക്കെ പഠിപ്പിച്ചിരുന്നുണ്ടല്ലോ. അതനുസരിച്ച് നമുക്ക് ഉണക്കാവുന്നതാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യലാണ് ഏറ്റവും ബെറ്റർ. ഇനി അങ്ങനെ പുറത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ നന്നായിട്ട് മാത്രം കഴുകി മാത്രം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുകൂടെ ഓർമ്മപ്പെടുത്തേ. ഇപ്പോൾ ഒരു 11 ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വെക്കുകയും രാവിലെ അതേ വെള്ളത്തിൽ ജ്യൂസ് അടിച്ചു കൊടുക്കുക. കുട്ടികൾക്ക് ആദ്യം കുടിക്കുന്നത് ആ വെള്ളമായിരിക്കണം. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊടുത്തു നോക്കിയാൽ കുട്ടി നല്ല ഉന്മേഷമുള്ള കുട്ടിയായിട്ട് മാറും. കുട്ടിക്ക് നല്ല ഓർമ്മശക്തി വരും, ബുദ്ധിശക്തി വരും, ഒരു സംശയമില്ല. നിങ്ങൾക്കത് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ ഈ മുന്തിരിയിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് മുഖത്തിൻ്റെ നല്ല ഭംഗി ഉണ്ടാകണം, നല്ല മുഖം കളറുണ്ടാകണം എന്നൊക്കെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് നടക്കുന്ന കച്ചവടങ്ങളിൽ ഏറ്റവും വലിയ കച്ചവടം എന്ന് പറയുന്നത് ഈ ബ്യൂട്ടി ക്രീമുകളും
ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് മനുഷ്യ ശരീരങ്ങൾക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതിന് ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള സാധനം കൂടിയാണ്. ഇന്നിപ്പോൾ ഒരു മുഖത്തിൻ്റെ ക്രീം കച്ചവടം ആരംഭിച്ചാൽ അത് വാങ്ങാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കാരണം എന്താ, മുഖമൊന്ന് ഭംഗിയോടെ കാണണമെന്നാണ് പുരുഷനായാലും സ്ത്രീയായാലും ആഗ്രഹിക്കുന്നത്. അത്തരം ആളുകൾക്ക് ബെറ്റർ ഓപ്ഷനാണ് ഈ മുന്തിരി എന്ന് പറയുന്നത്. ഈ മുന്തിരി ഉപയോഗിക്കുമ്പോഴും അടിവരട്ടുകൊണ്ട് പറയുന്നു, പുറത്തുനിന്ന് വാങ്ങുന്ന മുന്തിരിയാണെങ്കിൽ നിങ്ങൾ ചെറുനാരങ്ങ പിഴിയുകയും കല്ലുപ്പിട്ട് വെള്ളം കലക്കി ആ വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് സമയം. നന്നായിട്ട് കഴുകി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, ഈ കറുത്ത മുന്തിരി വെള്ളമൊന്നും ചേർക്കാതെ അങ്ങനെ നന്നായിട്ട് അതിൻ്റെ പുറന്തോടോടുകൂടെ അരച്ചെടുത്ത് മുഖത്തേക്ക് തേച്ച് കൊടുക്കുക. അത് ഈ കഴുത്തിൻ്റെ ഭാഗങ്ങൾ കറുപ്പ് പോലുണ്ടൊക്കെ അവിടെയൊക്കെ തേച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നല്ല വെള്ളം കൊണ്ട് കഴുകിക്കളയും. ഇങ്ങനെ ഒന്ന് സ്ഥിരമായിട്ട് 2 ദിവസം ഇടവിട്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, നല്ല മുഖഭംഗി ഉണ്ടാകാൻ, മുഖത്തിൻ്റെ ഇപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ മാറാൻ. ഒന്നാമതായിട്ട് ഈ വിയർപ്പ് കൊണ്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അഥവാ ഈ കറുപ്പ് വരിക, ടാൻ വരിക, ഈ പ്രയാസങ്ങളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്രയും ഫലം ചെയ്യുന്ന ഒന്നാണ് ഈ മുന്തിരി എന്ന് പറയുന്നത്. ഇത് പച്ചമുന്തിരി കിട്ടാത്ത ആളുകളാണെങ്കിൽ ഉണക്ക മുന്തിരിയും ബെസ്റ്റാണ്. ഉണക്കിൽ കറുപ്പ് ഉണക്കിയ മുന്തിരി കിട്ടും, ഉണങ്ങിയ കറുപ്പ് മുന്തിരി കിട്ടും. ആ കറുപ്പ് മുന്തിരിയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? കറുപ്പ് ഉണക്ക മുന്തിരിയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. നല്ല തിളക്കം നിങ്ങളുടെ മുഖത്തിന് വന്നതായിട്ട് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ ചെയ്യുന്ന ഒരു മരുന്ന് കൂടിയാണ് ഈ മുന്തിരി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശക്തമായ ഛർദിയുണ്ട്, ശക്തമായ വയറിളക്കമുണ്ട്. അത്തരം രോഗികൾ അല്പം മുന്തിരി എടുത്ത് ജ്യൂസ് അടിച്ച് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ, ഈ കുടിക്കുന്നത് മൂപ്പെത്താത്തതായിരിക്കണം. ഈ വയറിളക്കത്തിനും മറ്റു ഛർദിക്കൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ മൂപ്പെത്താത്ത മുന്തിരി, അഥവാ നല്ല പഴുക്കാത്ത മുന്തിരി അതെടുത്ത് ഒരു 1/4 ഗ്ലാസ് കിട്ടുന്ന രീതിയിൽ നമുക്ക് മതിയാകും. അതിൽ പഞ്ചസാര ഉപയോഗിക്കരുത് കേട്ടോ. മകത്തേക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ അമിതമായ ഛർദിയാണെങ്കിലും വയറിളക്കാണെങ്കിലും പെട്ടെന്ന് ക്ഷമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത്രയും പറഞ്ഞാൽ തീരാത്ത ഫലങ്ങൾ നമ്മുടെ മുന്തിരിക്കുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം മേജറായ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾ, അത്തരം രോഗികൾക്ക് അവരുടെ മുറിവുണങ്ങാനും അവർക്ക് നല്ല ആരോഗ്യത്തിനും നമുക്ക് ഈ മുന്തിരി ജ്യൂസ് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കരളിൻ്റെ നല്ല ആരോഗ്യത്തിന് കറുപ്പ് മുന്തിരി ഏറ്റവും ബെറ്ററാണ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്ന, ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ മുന്തിരി വളർത്തി കായ്ച്ച എത്രയോ വീടുകളുണ്ട്. ഈസിയായിട്ട് നമുക്ക് എന്തില്ലെങ്കിലും ഔഷധമായിട്ടെങ്കിലും ഉപയോഗിക്കാമല്ലോ. തിന്നുമ്പോൾ ചിലപ്പോൾ മറ്റു പരിസരങ്ങളിൽ വളർന്നതിനേക്കാളും ചിലപ്പോൾ അതിൻ്റെ പുളി കൂടുതലൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യ സംബന്ധമായിട്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അത്തരം മുന്തിരികൾ വളർത്തി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫലം ചെയ്യുന്ന ഒരു ഔഷധമാണ് മുന്തിരി എന്ന് ചുരുക്കം. പിന്നെ മറ്റൊന്ന് ഞാൻ പറയുന്നത്, ഈ മുഖം ചുളിയുക, ശരീരത്തിലെ ഈ ചർമ്മം ചുളിയുന്ന പ്രയാസങ്ങൾ, ഇപ്പോൾ ചില ആളുകളുടെ പ്രായമാകാതെ തന്നെ മുഖങ്ങളൊക്കെ ഇങ്ങനെ ചുളിഞ്ഞു വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്ന ക്രീമുകളാണെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അധികം കെമിക്കലൈസ് ചെയ്ത ക്രീമുകൾ ഉപയോഗിച്ച ഒരു ആളുടെ മുഖമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് എന്താകും, ഇങ്ങനെ ചുളുങ്ങി വരും. അതുകൊണ്ട് അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു മാറ്റം വരുത്തിയില്ലെങ്കിൽ നമുക്കത് വലിയ പ്രയാസമായിട്ട് മാറും. ഈ അടുത്ത് വന്നൊരു റിപ്പോർട്ട്, ഈ ചുണ്ടിൽ ഉപയോഗിക്കുന്ന ലിപ് ബാമുണ്ടല്ലോ, ആ ബാമുകൾ ഉപയോഗിച്ച് കിഡ്നി നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരിയുടെ വാർത്ത ഈ അടുത്ത് നമ്മൾ വായിച്ചതാണ്. എന്തുകൊണ്ടത് വരുന്നു? നമ്മളിങ്ങനെ ചിരിക്ക് സൗന്ദര്യമായിട്ടത് ഉപയോഗിക്കുന്നു, ഉമിനീരിലൂടെ അകത്തേക്ക് പോകുന്നു. ഇനി മുഖത്തേക്ക് നമ്മൾ തേച്ചതാണെങ്കിലും മുഖത്തിലെ ഗ്രന്ഥികൾ വലിച്ചെടുത്ത് അത് ക്ലീൻ ചെയ്യേണ്ടത് അരിപ്പുള്ളത് അവിടെ തന്നെയാണ്, വൃക്കയിൽ തന്നെയാണ്, കിഡ്നിയിൽ തന്നെയാണ്. അവിടെ പോയി അത് ക്ലീൻ ആകുന്ന സമയത്ത് ഈ കെമിക്കലിൻ്റെ എഫക്റ്റ് കൊണ്ട്
കിഡ്നി നഷ്ടപ്പെട്ടു പോകുന്നു. സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ച്, മുഖത്ത് ക്രീമുകൾ ഉപയോഗിച്ച് കിഡ്നി നഷ്ടപ്പെട്ടു പോയ വാർത്തകൾ നമ്മൾ ഈ അടുത്താണ് വായിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ, നിർബന്ധമായിട്ട്. ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് കിഡ്നികൾ നഷ്ടപ്പെട്ട. അത്തരം വാർത്തകൾ വരുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിതക്രമമാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കി അതിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഈ ചുളുങ്ങിയ നമ്മുടെ ശരീരത്തിലെ തൊലികൾ, ചർമ്മങ്ങൾ, അതിനെ മാറ്റിയെടുക്കാൻ, ചുളിയുന്നത് മാറ്റിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അല്പം മുന്തിരിച്ചാറും അതിലേക്ക് മുന്തിരിയുടെ വിത്തും, നമ്മൾ പലപ്പോഴും വിത്ത് പുറത്ത് കളയാനാണല്ലോ പതിവ്. ആ മുന്തിരിയുടെ അല്പം വിത്തെടുത്ത് അല്പം മുന്തിരിച്ചാറ് അഥവാ മുന്തിരിയുടെ പുറന്തോടടക്കം ജ്യൂസ് അടിച്ച ആ മുന്തിരിച്ചാറും ഈ മുന്തിരിയുടെ വിത്തും രണ്ടും ഒരുമിച്ചെടുത്ത് അരച്ച് നല്ല ജ്യൂസ് രൂപത്തിലാക്കി, നല്ല കുഴമ്പ് രൂപത്തിലാക്കി മുഖത്തേക്കിടുക. അല്ലെങ്കിൽ എവിടെയാണോ ചുളി വരുന്നുള്ളത് ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. അരമണിക്കൂർ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഉണ്ടാകണം. അതിനുശേഷം നമ്മൾക്ക് കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ 2 ദിവസത്തിൽ ഒരിക്കലോ ആഴ്ചയിലൊരിക്കലോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പരമാവധി നമ്മുടെ ഈ ചുളിഞ്ഞു പോകുന്ന നമ്മുടെ ഈ തൊലി, ഈ ചർമ്മം, ഈ അസുഖത്തിന് മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും മുന്തിരിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കുകയും നമ്മുടെ എല്ലാ ഉപയോഗത്തിലും ആ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഉപയോഗത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുന്ന ഏറ്റവും നല്ല പെർഫെക്റ്റായ എണ്ണ, അതോടൊപ്പം മൈഗ്രെയിൻ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആരാണെങ്കിലും അവരുടെ മൈഗ്രെയിൻ തലവേദന മാറാനുള്ള നമ്മുടെ എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഒറിജിനൽ തേന് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല എണ്ണ തന്നെയാണ്. താരനൊക്കെ മാറി പിന്നെ കമ്മി വരുന്നുണ്ട്. പിന്നെ മുടി കൊഴിച്ചിലും നല്ല നല്ല മാറ്റം കാണുന്നുണ്ട്. പിന്നെ മുടി നല്ല കറുത്ത് വരുന്നുണ്ട്, നല്ല കറുപ്പുള്ള മുടി വരുന്നുണ്ട്. മുടി കൊഴിച്ചിലും താരത്തിൽ നല്ല കമ്മിയുണ്ട്, നല്ല മാറ്റം കാണാറുണ്ട്.